പ്രചരണത്തിലേക്ക് സ്നേഹവന്ദനം. പരിസ്ഥിതിക്കെതിരായ പാപങ്ങൾ പറഞ്ഞു മുമ്പസാരിക്കേണ്ടതാണെന്ന് KCBCയിൽ ഓർമ്മപ്പെടുത്തലുണ്ട്. ആ പട്ടികയിൽ എന്തൊക്കെ പെടുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓരോരുത്തരും നിശ്ചയിക്കേണ്ടത് മീൻ പിടിക്കാനായിട്ട് പുഴയിൽ നഞ്ച് കലക്കുന്നതും, വളരെ വേഗത്തിൽ കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് കൊടും വിഷങ്ങളുള്ള രാസവളങ്ങൾ കൃഷിയിൽ ഉപയോഗിക്കുന്നതും, പാറ പൊട്ടിക്കുന്നതും, മണൽ വാരുന്നതും, പിന്നെ അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗം, നിങ്ങൾ വീട്ടിൽ ഉപയോഗിച്ച ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അടുത്ത വീട്ടിലേക്ക് അല്ലെങ്കിൽ തെരുവിലേക്ക് വലിച്ചെറിയുന്നതൊക്കെ ഉൾപ്പെടെ എന്തുമാത്രം കാര്യങ്ങൾ അതിൻ്റെ പട്ടിക വരുമെന്ന് ഒരു പിടുത്തവുമില്ല. ഓരോരുത്തരും ആദ്യമേ സൂചിപ്പിച്ച കണക്ക് ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ് താൻ ഈ ഭൂമിയുടെ കാവൽക്കാരനാണോ അതോ ഏതെങ്കിലും തരത്തിൽ ഈ ഭൂമിയുടെ നന്മയും സുഹൃത്തത്തെയും ഒക്കെ ഹനിക്കുന്ന ഒരാളാണോ. തോട്ടം നോക്കാനും കായ്കനികൾ ഭക്ഷിക്കാനും മാത്രം ഏൽപ്പിച്ച ഒരാൾ എത്ര പെട്ടെന്നാണ് ഈ ഭൂമിയെ തൻ്റെ ഒരു ഉപയോഗ വസ്തുവായിട്ട് തെറ്റിദ്ധരിച്ചത്. ഹൈഡഗർ എന്ന വളരെ ഏറെ പ്രകാശമുള്ള ഒരു ഫിലോസഫറുണ്ട്. അദ്ദേഹം പറയുന്ന കണക്ക് ജീവിതത്തോട് നിങ്ങൾക്ക് രണ്ട് സാധ്യതകളാവാം. ഒന്ന് സ്വയം ഒരു പ്രഭുവായിട്ട് കരുതുക, ലോട്ട്. മറ്റേത് ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള എല്ലാ ഇടങ്ങളുടെയും ഇടയനായിട്ട് സ്വയം കരുതുക, ഷെപ്പേർഡിംഗ് എന്നൊരു വാക്ക് ഉപയോഗിക്കുക. രണ്ടാമത്തിലേക്ക് ഉള്ള ക്ഷണമായിരുന്നു നമുക്ക് ലഭിച്ചത്. ക്രിസ്തുവൊക്കെ സ്വയം ഇടയനാകുന്നൊക്കെ പറയുന്ന വഴിയായിട്ട് നമ്മളിൽ നിന്ന് രൂപപ്പെടുത്താൻ ആഗ്രഹിച്ച പ്രതലം അതാ, ആ ഭൂമിയുടെ ആ ഇടയന്മാരാവുക. നിർഭാഗ്യവശാൽ അതങ്ങനെയല്ലെന്നാണ് കാര്യങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഇങ്ങനെ പാഠപുസ്തകങ്ങളിൽ നിന്ന്, സെമിനാർ ഹാളിൽ നിന്ന്, സുഹൃതം നിറഞ്ഞ മനുഷ്യരുടെ ഒത്തുചേരലുകളുടെ ചർച്ചകളിൽ നിന്നൊക്കെ പതുക്കെ ഇറങ്ങി വന്നിട്ട് ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്ത് വന്നിട്ട് അവരുടെ വാതിലേക്ക് കൊട്ടുകയാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ തൊട്ടടുത്ത് അതിൻ്റെ ദുരന്തങ്ങൾ, കാലാകാലങ്ങളായിട്ട് പ്രകാശം കിട്ടിയ മനസ്സുകൾ പറഞ്ഞുകൊണ്ട് ദുരന്തങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി ചർച്ച നടത്തേണ്ട സമയമോ സംവാദങ്ങൾ ഏർപ്പെടേണ്ട സമയമോ വൈകേണ്ട സമയമൊന്നുമല്ല. ഇനി കൃത്യമായിട്ട് ആ കർമ്മയോഗയുടെ കാലമാണ്. എന്തെങ്കിലും ഈ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തേ പറ്റും. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയൊരു പൈതൃകമായിട്ട് ലഭിച്ചുള്ള സ്വത്താണ് ഭൂമി എന്ന്. അത് നമ്മുടെ അവകാശമൊന്നുമല്ല. അത് നിശ്ചയമായിട്ടും നമ്മൾ കടം വാങ്ങിയാണ് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. നമ്മുടെ കാരണവന്മാരും നമുക്ക് ലഭിച്ചതല്ല, മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മൾ കടം വാങ്ങി തൽക്കാലം സൂക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് അതേപോലെ കൊടുക്കേണ്ട ബാധ്യത നിശ്ചയമായിട്ടും നമുക്കുണ്ട്. നമുക്ക് ലഭിച്ചതിനേക്കാൾ ഭേദപ്പെട്ടൊരു ഭൂമി കൈമാറാനായിട്ട് ഇനി നമുക്ക് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെയെങ്കിൽ ചെയ്യാവുന്ന ഏറ്റവും ലളിതമായൊരു കാര്യമുണ്ട്. എല്ലാത്തിനകത്തും ഒരു മിനിമം പ്രോഗ്രാം എന്ന് പറയുന്ന കാര്യമുണ്ട്. എന്താണ് ആ ചെറിയ കാര്യം എന്ന് പറയുന്നത്? ആ ലഭിച്ച ഭൂമിയെ പരമാവധി പരിക്കില്ലാതെ തിരികെ ഏൽപ്പിക്കുക എന്നുള്ള. മോശപ്പെട്ട വാടകക്കാരാണ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു വീട് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഭിത്തിയിൽ ആണിയടിക്കുന്നു, അതിൻ്റെ വാതിൽപ്പാളികൾ തല്ലി തകർക്കുന്നു, ജാലകപ്പാളിയുടെ ഗ്ലാസ് ചില്ലുകൾ പൊട്ടിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഏർപ്പെടുന്നു വിചാരിക്കുക. നിശ്ചയമായിട്ട് എന്ത് സംഭവിക്കും? 11ാം മാസം അവസാനം ഒരു വാടക ചീട്ട് പുതുക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. അതിലേക്ക് വരുമ്പോൾ ആ യജമാനൻ, വളരെയേറെ നീതിഷ്ഠനായ ആ യജമാനൻ നിശ്ചയമായിട്ടും ആ നല്ല വാടകക്കാരനല്ലാത്ത ആളെ പുറന്തള്ളിയേ പറ്റും. ഇനി അയാൾക്ക് ആ വീട് പുതുക്കി കിട്ടാൻ പോകുന്നില്ല. അത് കണക്കാണ് മാനവരാശി അത്ര നല്ലതല്ലാത്ത വാടകക്കാരനാണെന്ന് സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ വളരെയേറെ ക്ഷമയുള്ള ഒരാളായതുകൊണ്ട്, കരുണയുള്ള ഒരാളായതുകൊണ്ട് അയാൾ കാത്തിരിക്കുന്നുണ്ടാകും എപ്പോഴെങ്കിലും ഈ പറയുന്ന വാടകക്കാരൻ്റെ മാനസാന്തരം വരുമെന്നോർത്ത്. അത് തീരെ പറ്റാതെ പോയാൽ എന്നാ ചെയ്യും? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ സംഭവിക്കും. നിശ്ചയമായിട്ടും ഈ വാടകക്കാരനെ ആ ഇടത്തിൽ നിന്ന് അയാൾ പുറന്തള്ളും. അതിൻ്റെ അടയാളങ്ങളൊക്കെ ചുറ്റിനും കണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരാവുന്ന ഒരു വിചാരമുണ്ട്, ഇത്രയും ബുദ്ധിശക്തി, ഇത്രയും പേശി ബലമുള്ള, അതിൽ 700 കോടിയോളം എത്തിയിരിക്കുന്ന ഒരു മാനവരാശി എന്ന് പറയുന്ന ഒരു സ്പീഷീസിനെ അത്ര എളുപ്പത്തിൽ തുടച്ചു മാറ്റാൻ പറ്റുമോ? അതിലൊന്നും കുങ്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിനേക്കാൾ പേശീബലം ഉണ്ടായിരുന്ന ജീവജാലത്തിന്റെ പേരായിരുന്നല്ലോ ദിനോസറുകൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വീടിനേക്കാൾ വലിപ്പമുള്ള ഒന്നാണ്. എന്നിട്ടോ അവയൊക്കെ എവിടെ പോയി? അപ്പോൾ ഈ പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ഹുങ്കുകളൊന്നും അധികകാലം നിലനിൽക്കുന്നില്ല. സ്വന്തം വീടാണിതെന്ന് തിരിച്ചറിയുകയാണ് ഒരു വാടകക്കാരന് വിചാരിക്കാവുന്ന ഏറ്റവും നല്ല വിചാരം. അതുകൊണ്ടാണ് ഇക്കോളജി എന്ന് പറഞ്ഞ വാക്ക് പോലും ഒരു മെഡിറ്റേഷൻ വെക്കേണ്ട വാക്കാണ്. ഇന്ന് ആ പദം വളരെയേറെ പരിചയമുള്ള പദമാണ്. ചെറിയ മക്കൾ പോലും ക്ലാസ് മുറികളിലൊക്കെ ആ വാക്ക് പരിചയപ്പെടുന്നുണ്ട്, ഇക്കോളജി. എവിടെ നിന്നാണ് ആ പദത്തിന്റെ ആ ഒരു വാക്കിന്റെ എറ്റിമോളജി, അതിന്റെ ആ റൂട്ട് എന്ന് പറയുന്നത്?
അതിങ്ങനെ ഒയ്ക്കോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഒയ്ക്കോസ് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വീടെന്ന. ഈ വസിക്കുന്നിടം നിങ്ങളുടെ വീടാണ് തിരിച്ചറിയുകയാണ് ഏറ്റവും വലിയ ആത്മീയം എന്ന് പറയുന്നത്. നമ്മുടെ വീടിനെ നമ്മൾ മതിൽ കെട്ടി വേലി കെട്ടിയൊക്കെ സൂക്ഷിക്കുന്ന ഇടത്തിലുള്ള മാത്രമാണ് നമ്മുടെ എന്ന് കരുതുന്ന ആ തെറ്റ്. അതിനകത്തുള്ള ഇത്തിരി മണ്ണ് മാത്രമാണ് നമ്മുടെ മണ്ണെന്ന് കരുതുന്നതാണ് അതിനേക്കാൾ വലിയ അപരാധം. ഈ കാണുന്ന ആ മുഴുവൻ ഭൂമിയും നമുക്ക് വേണ്ടിയുള്ള പഴയ ആ ഒരു ബുദ്ധകഥയിലൊക്കെ പറയുന്ന കണക്ക് രാത്രി ആ കവർച്ചയ്ക്ക് വേണ്ടി വന്ന ഒരു മോഷ്ടാവ് ഗുരുവിന്റെ മുറിക്കകത്ത് ഒന്നും കിട്ടാതെ വിഷമിച്ച് പോകുമ്പോൾ പുറത്ത് നിലാവിലെ ആൾ ധ്യാനിച്ചിരിപ്പുണ്ട്. അയാളിങ്ങനെ നടന്നു പോകുമ്പോൾ വെറുങ്ങിയോടെ നടന്നു പോകുമ്പോൾ ഗുരു വിചാരിക്കുകയാണ്, ദൈവമേ ഈ ചന്ദ്രനെ പിടിച്ച് എനിക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ചന്ദ്രനും അയാളുടേതാണെന്ന് എനിക്ക് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. ചന്ദ്രനും പുഴയും കടലും ഒക്കെ നമ്മുടേതാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിലുള്ള ഒരാൾക്കും അത്ര ദരിദ്രനായിട്ട് സ്വയം അനുഭവപ്പെടേണ്ട കാര്യമില്ല. ഒരു ധനവാനും താൻ ധനവാനെന്ന പൊങ്കും ആവശ്യമില്ല. കാരണം ആ വലിയ പ്രപഞ്ചത്തിന്റെ ആ ചെറിയ കാലത്തെ വാടകക്കാർക്ക് അത്രമാത്രം തങ്ങളിൽ തന്നെ ധരിച്ചോ വിചാരിച്ചോ ഒക്കെ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഭൂമി കുറെ കൂടി കരുതൽ അർഹിക്കുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ കാലത്തോടും നമ്മുടെ കുഞ്ഞുമക്കളോടും ചെയ്യാവുന്ന ഏറ്റവും വലിയ സുഹൃത്തുക്കളിലൊന്നാണ്. എല്ലായിടത്തും ഈ പരിസ്ഥിതിക്കിണങ്ങിയ ഒരു വായന നടക്കുന്നുണ്ട്. വിശേഷം ബൈബിളിന്റെ ഒക്കെ ഒരു പുനർവായന സംഭവിക്കുന്നുണ്ട്. കാലാകാലങ്ങളായിട്ട് ഒരുപക്ഷെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ഉയർന്നു കേൾക്കുന്ന ഒരു വിചാരം ഇതാണ്: ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വിചാരം ഒരു പുതിയ ഒരു മതജീവിതമോ അല്ലെങ്കിൽ പുതിയൊരു ധാർമ്മിക ജീവിതമോ ഈ ഭൂമി അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ലെന്നുള്ള. അതിനെ നിശ്ചയമായിട്ടും പ്രതിരോധിക്കാനുള്ള ചില വിചാരങ്ങളൊക്കെ നമുക്കിടെ കൈവശമുണ്ട്. പക്ഷേ അതിനകത്തല്ല പ്രധാനം. ഏതൊരു ഇടത്തിലും വെച്ചിട്ട് ചില കാര്യങ്ങൾക്കകത്ത് നമുക്ക് സംഭവിച്ചൊരു പാളിച്ചകൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഭൂമിയിൽ ഏതെങ്കിലും തരത്തിൽ സമ്യക്കായ ഒരു ജീവിതക്രമം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഭൂതകാലത്തിൽ എന്ത് സംഭവിച്ചെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, വർത്തമാനകാലത്തെ നമുക്ക് എങ്ങനെ പ്രകാശഭരിതമാക്കാം. അതുകൊണ്ട് തന്നെ ആ സുവിശേഷമൊക്കെ ഇങ്ങനെ പരിസ്ഥിതിക്ക് ഇണങ്ങിയ മട്ടിൽ വായിക്കുന്ന ഒരു രീതി ചുറ്റിനും സംഭവിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് ഒരു ചെറിയൊരു ഇനിഷ്യേഷൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ബൈബിളിൽ പുതിയ നിയമത്തിലൊരു കുഞ്ഞു കാര്യം വെറുതെ ഈ പരിസ്ഥിതിക്ക് ഇണങ്ങിയ മട്ടിലൊന്ന് വായിക്കുക. വെറുതെ അത്തരം ചില വായന സാധ്യമാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവമായിട്ട് കരുതുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ മരുഭൂമിയിലെ പ്രലോഭനം. നമുക്കറിയാം, അതിങ്ങനെ ഒരു 3 സുവിശേഷത്തിലും അതിന്റെ ചില അടയാളങ്ങൾ കിടപ്പുണ്ട്. അത് നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വരാവുന്നൊരു കൊച്ചു പ്രശ്നം ഇത്രയേ ഉള്ളൂ: മരുഭൂമിയിൽ ക്രിസ്തുവിന് സംഭവിച്ച ആ പ്രലോഭനത്തിന് ഒരാൾ പോലും സാക്ഷിയില്ല. ഒരാൾ പോലും സാക്ഷിയില്ലാതെ ഈ ഒരു സംഭവം 3 സുവിശേഷങ്ങളിലും ഉണ്ടെങ്കിൽ ആ നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിചാരം ഇത്രയേ ഉള്ളൂ: ഇത് ക്രിസ്തു തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള നല്ലൊരു വളരെ വിശുദ്ധമായ ഒരു കഥയായിരിക്കണം. എ സേക്രഡ് മെറ്റഫർ, എ സേക്രഡ് പാരബിൾ. കാരണം ബാക്കി എല്ലായിടത്തും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. ക്രിസ്തു ഇങ്ങനെ രക്തം വിയർക്കുമ്പോൾ പോലും ഇലച്ചാർത്തുകളുടെ ഇടയിൽ നിന്ന് ആരോ അത് കണ്ടുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് സംഭവിച്ച ഒരു പ്രതിസന്ധി ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നത് തനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അല്ലെങ്കിൽ താൻ അതിനെ അതിജീവിച്ചെന്ന് പറയാൻ വേണ്ടിയല്ല. മാനവരാശി എന്ന നിലയിൽ വരുംകാലങ്ങളിൽ നമ്മൾ പുലർത്തേണ്ട ചില ഗൗരവമായ നിലപാടുകളുടെ സൂചന ആ കഥയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രലോഭന കഥയൊന്ന് ഈ ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വായിച്ചെടുക്കുന്നത് നല്ലതാണ്. ആ പ്രലോഭനം സംഭവിക്കുന്ന എവിടെയാണെന്നോട് ഓർമ്മിക്കുന്നതല്ല. മരുഭൂമിയില്ല. മരുഭൂമി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഊഷ്ഠമായ ഒരിടമാണ്. ഒന്നിനും കൃത്യമായ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഇന്ന് നിങ്ങളിവിടെ ഒരു മണൽക്കൂന കണ്ടെങ്കിൽ ഒരു 2 സെക്കൻഡുള്ള പിന്നെ ആ മണൽക്കൂന കാണുകയില്ല. ഇങ്ങനെ മനുഷ്യനെ വല്ലാത്തൊരു മതിഭ്രമത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഊഷ്ഠരമായ ഒരിടത്തിന്റെ പേര്, ഒരു പച്ചിലയുടെ പോലും സാന്ത്വനമില്ലാത്ത, ഒരു കുളിരരുവിയുടെ സാന്നിധ്യമില്ലാത്ത ഇടത്തിന്റെ പേരാണ് മരുഭൂമി. സ്വാഭാവികമായിട്ട് നമ്മുടെ പരിസരങ്ങൾ നമ്മളെ വല്ലാതെ അങ്ങോട്ട് പ്രലോഭനങ്ങളിലേക്ക് തള്ളി വീഴുന്നുണ്ട്. പൊതുവെ നമുക്കൊരു സങ്കല്പമുണ്ടല്ലോ, നഗരമാണ് ഗ്രാമങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെ പ്രലോഭനങ്ങൾക്ക് വശംവദയാവുക. എന്തുകൊണ്ടായിരിക്കും അത്? എനിക്ക് തോന്നുന്നു കണക്കാണത് മരുഭൂമി ആവുന്നതുകൊണ്ടാണ്. എവിടെയാണ് ആ നഗരത്തിനകത്തൊരു പച്ചപ്പ്? ഇത്തിരി പച്ചപ്പുണ്ടായിരുന്ന ഇടങ്ങളിൽ പോലും മുറിച്ചിട്ട് നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു മരമൊക്കെ ഇങ്ങനെ ഇത്രയും വളരാനായിട്ട് എത്ര കാലം ആവശ്യമുണ്ട്? 50 വയസ്സിനടുത്ത എൻ്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ ദിവസം പറയുകയാണ്, ഓർക്കുമ്പോൾ ഭയം വരുന്നു. ഒരു മരം വെച്ച് കഴിഞ്ഞാൽ അത് പൂവിട്ട് കാണാനുള്ള ആയുസ് പോലും നമ്മുടെ മുമ്പിലൊന്നുമില്ല. അപ്പൊ അത്രയും ചെറിയ ആയുസ്സുള്ള മനുഷ്യര് ഈ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന കരുതേണ്ട ചില കാര്യങ്ങളുടെ മീതെ തീർപ്പുകൾ കൽപ്പിക്കേണ്ടത് അത്ര സുഖകരമായൊരു കാര്യമാണ്.
നോക്കി നിൽക്കുമ്പോൾ നഗരം വലുതായിക്കൊണ്ടിരിക്കുക. നഗരം വലുതാകാന്ന് പറഞ്ഞിടത്ത് നഗരം മരുഭൂമിയായിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ പച്ചപ്പെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൽ മാത്രമായിട്ട് ചുരുങ്ങിയ, അതൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇത്തിരി ഇടം തണുപ്പിച്ചിട്ടൊക്കെ നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പാർക്കുന്നത് ഏതോ പുഴക്കരയിലാണെന്നോ അല്ലെങ്കിൽ ഏതോ മഞ്ഞ് പെയ്യുന്ന ഇടത്താണെന്നൊക്കെ. സങ്കല്പങ്ങളല്ലേ അത്. അപ്പോൾ ഏതൊരു ഇടത്തും പതുക്കെ പതുക്കെ ഇങ്ങനെ പച്ച ഇല്ലാതെ പോകുമ്പോൾ, നനവില്ലാതെ പോകുമ്പോൾ, ആ ഒരു ഉർവരത എന്ന് പറയുന്ന ഒരു പ്രതലം ഇല്ലാതെ പോകുമ്പോൾ സംഭവിക്കാവുന്ന ഒരു കാര്യം ഇതാണ്: വളരെ വേഗത്തിൽ പ്രലോഭനങ്ങൾക്ക് അടിപ്പെടുക എന്നുള്ളതാണ്. കാരണം പച്ചയില് സകലമാന പ്രലോഭനങ്ങളെയും അഭിമുഖീകരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതിജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു ഘടകമുണ്ട്. അതുകൊണ്ടാണ് ഈ വനത്തിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ ഇത്രയും ശാന്തരായിട്ടൊക്കെ ജീവിക്കുക. മതങ്ങളുടെ കാര്യത്തിലൊക്കെ ഈ വിചാരം നല്ലതാണ് വാസ്തവത്തില്. മുമ്പിലേക്ക് വെച്ച് ഏറ്റവും എന്ത് ചെയ്യുന്ന സഹിഷ്ണുള്ള മതങ്ങളൊക്കെ രൂപപ്പെട്ടുള്ളത് ഈ മരച്ചുവട്ടിൽ നിന്നാണ്. ഉദാഹരണമായിട്ട് ബുദ്ധമതം എന്നൊക്കെ പറയുന്നത് ഇലയിൽ നിന്ന് രൂപപ്പെട്ട മതമാണ്. മറ്റൊന്ന് ലവോത്തോസയുടെ മതമാണ്. ഒരു ഇല വീഴുന്ന കണ്ടിട്ടാണ് ഇയാൾക്ക് ബോധോദയം ഉണ്ടായത്. ഇത്തരം മനുഷ്യരൊക്കെ എന്തുമാത്രം സഹിഷ്ണുതയും എന്തുമാത്രം അഹിംസയും ഒക്കെ തങ്ങളിലും തങ്ങളുടെ മതപാരമ്പര്യങ്ങളൊക്കെ പുലർത്തുന്ന നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരിടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം ക്രിസ്തുവിനും യോഹന്നാനും ഇടയിൽ സംഭവിച്ച കാര്യമാണ്. പറഞ്ഞു വരുമ്പോൾ വളരെ കുറച്ച് മാസങ്ങളിൽ വ്യത്യാസമുള്ള കസിൻസായി ഇവര്, സഹോദരനൊക്കെ വിളിക്കാൻ പറ്റുന്ന വിധത്തിൽ പറ്റുന്ന ആൾക്കാരായി ഇവര്. കാരണം മറിയത്തിന്റെ ആ ചാർച്ചക്കാരിയുടെ കുഞ്ഞാണല്ലോ ഈ പറയുന്ന യോഹന്നാൻ എന്ന് പറയുന്നത്. എന്നിട്ടും ആ യോഹന്നാന്റെ ആറ്റിറ്റ്യൂഡ് വളരെ എന്ത് ചെയ്യുന്നുണ്ട്, കഠിനമാണ്, വളരെ തീഷ്ണമാണ്. ഒരുതരം ഈ മണൽക്കാറ്റ് വീശുന്ന കണക്കാണ് അയാൾ തന്റെ കാലത്ത് നിന്നിരുന്നത്. അതിങ്ങനെ പൊള്ളിക്കുന്ന ഒന്നാണ്. അയാളുടെ പ്രബോധനങ്ങളിലേക്ക് ഇങ്ങനെ തീയും ഗന്ധവും ഒക്കെ ഇറങ്ങി വന്നു. അതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്? നമുക്കറിയാം, ചെറിയ കാലം തൊട്ടേ ഈ മനുഷ്യൻ മരുഭൂമിയില്ല. ആ ചെറിയ കാലം തൊട്ടേ മരുഭൂമിയിലായതുകൊണ്ട് ഇയാളുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആഭിമുഖ്യങ്ങൾ പോലും അല്ലെങ്കിൽ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ പോലും ഈ മരുഭൂമിക്ക് അടങ്ങുന്ന മട്ടിലായി. തന്റെ അടുക്കലേക്ക് വരുന്നവരെ ആ മനുഷ്യൻ വിളിച്ചിരുന്ന വാക്കിങ്ങനെയാണ്, അണലിസന്ധികളെന്ന. ആസന്നമാകുന്ന ദൈവകോപത്തിന്റെ അഗ്നിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ആ വിഷപ്പാമ്പുകൾ എന്നൊക്കെ വിളിക്കേണ്ട അർത്ഥം എന്താണ്? അതൊരു പക്ഷെ അവരുടെ ഉള്ളിലെ മനസാന്തരത്തിന്റെ ബദൽ ഉണർത്താൻ വേണ്ടിയൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ വിചാരിക്കണം, ഉപയോഗിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പക്ഷേ പച്ചക്കിണങ്ങുന്ന കാറ്റഗറി അല്ല, മറിച്ച് ഇങ്ങനെ മരുഭൂമി കിണങ്ങുന്ന കാറ്റഗറിയാണ്. എന്നാൽ തെല്ല് മാറി ഒരു മനുഷ്യൻ വളരുന്നുണ്ട്, നസറത്തിൽ യേശു. അയാളുടെ ഭാഗ്യം എന്ന് വെച്ചെന്നാൽ അയാൾ വളരുന്നത് ഇങ്ങനെ കടലോരത്തും പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് മാറുമ്പോൾ വയലുകളുണ്ട്. അകപ്പാടെ ആ ഒരു ഇടത്തിൽ ഏറ്റവും പച്ചപ്പുണ്ടെന്ന് കരുതുന്ന ഒരിടത്തിൽ ആയിരുന്നു നസറത്തിൽ യേശു വളർന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കുകളിലേക്ക് ഈ പച്ചയുടെ ആ ഒരു തണുപ്പ്, ആ പുഴയുടെ നനവൊക്കെ നിശ്ചയമായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ പരിസരം ഒരാളെ വല്ലാതെ സ്വാധീനിക്കുന്നുള്ളതാണ് ഈ മരുഭൂമിയുമായി ബന്ധപ്പെട്ട് വിചാരിക്കാവുന്ന ആദ്യത്തെ കാര്യം. അപ്പോൾ ആ മരുഭൂമിയിൽ ഒരു 40 ദിവസം ക്രിസ്തു ആയിരിക്കുമ്പോൾ ഇങ്ങനെ പ്രലോഭനങ്ങൾ അയാളുടെ ചുറ്റിലേക്കും വരിക. മാർക്കാണ് ആ പ്രലോഭന കഥ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു തരുന്നത്. അല്ല, ഒറ്റ വാക്കാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്: വന്യമൃഗങ്ങളുടെ ഒപ്പമായിരുന്നു ക്രിസ്തു. അങ്ങനെ അലറി വിളിക്കുക. പതുക്കെ പതുക്കെ ഇങ്ങനെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസൊക്കെ ആ തിന്മയുടെ ശക്തി, ആ സാത്താനുമൊക്കെ ഈ വന്യമൃഗങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ട് ലൈക്ക് എ റോറിംഗ് ലയൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തിന്മയൊക്കെ വിശദീകരിക്കാനായിട്ട് പോവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറെ അധികം കാര്യങ്ങൾ ഒരാളുടെ അടുക്കിലേക്ക് വരിക. ആട്ടെ, എന്താ ഈ പ്രലോഭനം എന്ന് പറയുന്നത്? പ്രലോഭനം എന്ന് പറയുന്നത് ഒത്തിരി നമുക്ക് നിർവചനങ്ങളാവാം. അതിനകത്തൊരു പ്രധാനപ്പെട്ട നിർവചനം എന്ന് പറയുന്നത് ഈ ദൂരക്കാഴ്ചകളെ മറക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന എന്തും പ്രലോഭനം. ഉദാഹരണത്തിനായിട്ട് അത്താഴത്തിന് അരി വാങ്ങാനായിട്ട് പോയ കുട്ടി അമ്പലപ്പറമ്പിലോ പള്ളി പറമ്പിൽ പെരുന്നാളിലൊക്കെ വരുമ്പോൾ നിറയെ ബലൂണുകളും ബീപ്പികളും കളിപ്പാട്ടങ്ങളും ഒക്കെയാണ്. പെട്ടെന്ന് കുട്ടി അത്താഴത്തെ മറന്നിട്ട് ഈ ബലൂണുമായിട്ട് മടങ്ങി വരുന്ന പരിപാടിയുടെ പേരാണെന്ത്? പ്രലോഭനം എന്ന് പറയുന്നത്. ബലൂണോ പീപ്പിയോ കളിപ്പാട്ടോ ഒന്നും തെറ്റല്ല, പക്ഷെ കുട്ടി ഇതിനു വേണ്ടിയുള്ള ആളല്ല. കുട്ടി അന്തിക്ക് അത്താഴത്തിന് അരി വാങ്ങാൻ വേണ്ടി പോയ കുട്ടിയാണ്. അപ്പൊ എന്തിനകത്തും ഈ ദൂരക്കാഴ്ചയെ മറക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ പ്രലോഭനം എന്ന് പറയുന്നത്. അപ്പൊ ഏത് പ്രലോഭനത്തിൽ അങ്ങനെ സംഭവം തൊട്ടു മുമ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നാളെ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്താ? ഇത് ഏതെങ്കിലും തരത്തിൽ വരുംകാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പകർച്ചയോ എന്തെങ്കിലും പരിക്കോ എന്തെങ്കിലും തകർച്ചയ്ക്കോ കാരണമായി മാറുമെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു സംയമനമോ ശാന്തിയോ ഒന്നും അപ്പൊ നമുക്കില്ല. അപ്പൊ അതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിനായിട്ട് എന്തുമാത്രം ഉദാഹരണങ്ങൾ വേണം അതിനകത്താവാം. നമുക്ക് വളരെ ലളിതമായിട്ട് അതിനിങ്ങനെ ഇങ്ങനെ പറയാവുന്നേ ഉള്ളൂ: ദൂരക്കാഴ്ചകളെ മറക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നിന്റെ പേരാണ് പ്രലോഭനം. ഇത്രയേ ഉള്ളൂ. നമ്മൾ വസിക്കുന്ന ഈ 30,000 ദിവസങ്ങൾ മാത്രമാണ് നമ്മളെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും ഉത്തരം കൊടുക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല. പുറത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. ഭൂമിയെ വീടെന്ന് വിളിക്കേണ്ട, ഒയ്ക്കോസ് എന്ന് വിളിക്കേണ്ട കാര്യം ഞാൻ സൂചിപ്പിച്ചെന്ന് വിചാരിക്കുന്നു. വീടെന്ന് വാക്കുന്നതിനകത്ത് കോളേജ് വരുന്നത്. ഇതിനൊന്നും വീടായിട്ട് ധരിക്കേണ്ട കാര്യം. വീടെന്ന് പറയുമ്പോൾ നിങ്ങൾ പാർക്കുന്ന മുറി, അതിനപ്പുറം എന്താണ്? അപ്പൊ ഇതിനപ്പുറത്തേക്ക് ഒരു പ്രകാശം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ദൂരക്കാഴ്ചകളെ മറക്കാനായിട്ട്
ചില കാര്യങ്ങളൊക്കെ അവൻ്റെ മുമ്പിലേക്ക് വരികയാണ്. പിന്നെ പ്രലോഭനത്തിന് യുവർ സ്പ്ലിറ്റ് ഹാർട്ട് എന്നൂടെ അർത്ഥമുണ്ട്, ഹൃദയം വിഭജിക്കപ്പെടുക. ലോകത്തെ ഏറ്റവും യുക്തിഭദ്രമായ കാര്യം എന്ന് പറയുന്ന പ്രലോഭനം. എല്ലാ പ്രലോഭനങ്ങളും കൃത്യമായിട്ടുള്ള നീതിശാസ്ത്രമുണ്ട്, കൃത്യമായിട്ടുള്ള ലോജിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിന്റെ പ്രലോഭന കഥയ്ക്കകത്തും വളരെ കൃത്യമായ യുക്തിയൊക്കെ ഉണ്ട്. വളരെ യുക്തിഭദ്രമായ ഒന്നാണ് ഈ പ്രലോഭനം എന്ന് പറയുന്നത് തോന്നുന്നു. എന്തുമാവട്ടെ, ആ ക്രിസ്തു അനുഭവിച്ച ആ പ്രലോഭനങ്ങളെ വളരെ വേഗത്തിലൊരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു 3 കാര്യങ്ങളായിട്ട് കണ്ടിട്ട് നമുക്ക് ഈ സന്ധ്യാവിചാരം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ക്രിസ്തുവിനോട് തിന്മ പറയുകയാണ്, നിനക്ക് ഈ കല്ലിനെ അപ്പമാക്കി മാറ്റാൻ പറ്റുമോ? 40 ദിവസം വിശന്നിരിക്കുന്ന മനുഷ്യനാണ്. അയാൾക്ക് ഒരു പക്ഷേ നമ്മളും ചിലപ്പോൾ പറയാറുണ്ട്, എനിക്ക് കല്ല് തിന്നാനുള്ള വിശപ്പ് വരുന്നു. കല്ല് അപ്പമാവേണ്ട കാര്യമൊന്നുമില്ല, കല്ല് കിട്ടിയപ്പോൾ ഒരു മനുഷ്യൻ തിന്ന സമയമുണ്ട്. കണ്ടിട്ടില്ലേ ആ സൊമാലിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ, ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ മണ്ണുവാരി തിന്നുന്നതെന്ന് പറയുന്നത്. വിശപ്പെന്ന് പറഞ്ഞാൽ അത്രയും കഠിനമാണ്. അപ്പൊ ആ അത്രയും വിശപ്പിന് മുമ്പിൽ, വിശപ്പ് കണക്കൊരു പ്രശ്നം വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്രയും കഠിനമായ വിശപ്പിന് മുമ്പിൽ എന്നുകൊണ്ട് പറയുകയാണ്, നിനക്ക് ഈ കല്ലിനെ അപ്പമാക്കി മാറ്റാൻ പറ്റുകയും. കല്ലിനെ അപ്പമാക്കി മാറ്റാൻ പറ്റും, അതിനുള്ള കഴിവുള്ള മനുഷ്യനാണ് ഇയാള്. നമുക്കറിയാം, ഇങ്ങനെ 5 അപ്പം കൊണ്ടൊക്കെ ഇങ്ങനെ 5000 വരെ പോറ്റിയ ഒരാളാണ്. പഴയ നിയമത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ആകാശത്ത് നിന്ന് മഞ്ഞ വീഴ്ത്തിയ ആ തമ്പുരാൻ ഈ പറയുന്ന ചെറുപ്പക്കാരന്റെ അപ്പനാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് ഇതിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പക്ഷെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, കല്ലിനെ അപ്പമാക്കി മാറ്റേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ? കുറെ അധികം കാര്യങ്ങളുണ്ടാകും. പക്ഷെ 2 കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മിക്കേണ്ടത് നല്ലതാണ്. ഒന്ന്, ഈ കല്ല് അപ്പമായി മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഒരു പാരന്റ് റോക്കിൽ നിന്ന് ഈ പറയുന്ന ഒരു പാറയിൽ നിന്ന് 1 സെന്റിമീറ്റർ നീളവും വീതിയും അല്ലെങ്കിൽ കട്ടിയും ഒക്കെ ഉള്ള മണ്ണുണ്ടാവണമെങ്കിൽ ഏതാണ്ട് 10,000 കണക്കിന് വർഷങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ TV സ്ക്രീനിന്റെ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു കട്ടിയിലുള്ള ഒരു മൺപാളി ഉണ്ടാവണമെങ്കിൽ എത്ര ലക്ഷോപലക്ഷം വർഷങ്ങൾ ആവശ്യമുണ്ട്. മണ്ണിങ്ങനെ പൊടിഞ്ഞത്, ഈ പാറ പൊടിഞ്ഞുകൊണ്ടൊന്നും മണ്ണൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പാറ പൊടിഞ്ഞു കഴിഞ്ഞാൽ പാറപ്പൊടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിങ്ങനെ വളരെ ഗ്രാജുവൽ ആയിട്ടുള്ള വളരെ സ്ലോ ആയൊരു പ്രോസസ്സാണ്. അപ്പൊ എന്തൊരു വളരെ സമയമെടുക്കേണ്ട, കാത്തിരിക്കേണ്ട പ്രക്രിയക്കകത്തും കുറുക്ക് വഴികൾ സാധ്യമാണെന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാലത്തെ ഏറ്റവും മോശപ്പെട്ട വിചാരം. ഇത് തന്നെയാണ് പരിസ്ഥിതി പ്രശ്നം. എല്ലാത്തിലോട്ടും കുറുക്ക് വഴികളുണ്ട്. കല്ലിനെ അപ്പമാക്കി മാറ്റുക എന്ന് പറയുന്നതിന് എറണാകുളത്തെ അർത്ഥം ആ ചതുപ്പിനെ ഫ്ലാറ്റാക്കി മാറ്റുക എന്നുള്ള. കൈ കാശുണ്ട്, അതുകൊണ്ട് എന്താണ് വെറുതെ എന്ത് ചെയ്യുന്നുണ്ട്, 4 ഭാഗം കെട്ടിയിടുക, മണ്ണിട്ടടിക്കുക, ഫ്ലാറ്റ് പണിയുക. പക്ഷെ ഒരു ചതുപ്പ് രൂപപ്പെടാനായിട്ട് എന്തുമാത്രം കാലങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ ചതുപ്പ് ഒരു പ്രത്യേക നാടിന്റെ ഘടന ഏതെങ്കിലും തരത്തിൽ സഹായിച്ചിട്ടുണ്ടോ? ഇത്തരം നഗരങ്ങളിലൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഒരു 10 മിനിറ്റ് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. എന്നിട്ടിങ്ങനെ കാനയുടെ അപര്യാപ്തതകളെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ അശാസ്ത്രതയെക്കുറിച്ചും ഒക്കെയാണ് നഗരത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചതുപ്പിനെ കുറിച്ച് എന്താ ചർച്ച ചെയ്യാത്തത്? ഈ ചതുപ്പുകളായിരുന്നു സ്വാഭാവികമായിട്ട് ഇത്തരം ചില കാര്യങ്ങൾക്കകത്ത് ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ കൈ പണമുള്ളത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ തലയ്ക്കകത്ത് ബുദ്ധിയുള്ളത് കൊണ്ട് മാത്രം എല്ലാം നമുക്ക് വേണ്ടി മാറ്റുക എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. കുറുക്ക് വഴികളെ വേണ്ടെന്ന് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരിസ്ഥിതിയെ സ്നേഹിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ആകാനായിട്ട് പറ്റുകയുള്ളൂ. ഇവിടുത്തെ ആ പഴയ നിയമം തന്നെ എന്താണ്? സാത്താൻ പറയുകയാണ്, നിനക്ക് ദൈവമാവണ്ടേ? ദൈവമാവണം. ദൈവമാകാൻ വേണ്ടിയാണ് മനുഷ്യ ക്ഷണം. അതിനുവേണ്ടി തന്നെയാണ് ഈ കാലാകാലങ്ങളായിട്ട് ഈ പ്രവാചകന്മാർ വന്ന് നമ്മുടെ അകത്തെ പ്രകാശിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പൊ അവർ അൾട്ടിമേറ്റ് ഇസ് ദാറ്റ്. നമ്മുടെയൊക്കെ ഏറ്റവും കൃത്യമായിട്ടുള്ള സങ്കല്പം അത് ദൈവമാകുന്നുള്ള. പക്ഷെ പറയുന്ന വാക്കെന്താണ്? ഈ പഴം ഭക്ഷിച്ചെന്നാൽ നിനക്ക് ദൈവമാകാം. അത് കുറുക്ക് വഴിയാണ്. എന്തുമാത്രം സാധനയിലൂടെ, എന്തുമാത്രം ശുദ്ധീകരണങ്ങളിലൂടെ, എന്തുമാത്രം മിഴിയടിച്ച് പ്രാർത്ഥിച്ച്, എന്തുമാത്രം ജീവിതത്തിന് പരിക്കേറ്റൊക്കെയാണ് ഒരാൾ അയാളുടെ ദൈവത്തെ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ അയാൾ ദൈവമായി രൂപപ്പെടേണ്ടത്. അതൊക്കെ ഈ പഴം പറിച്ചാൽ കിട്ടുന്ന ഒരു അർത്ഥം എന്താണ്? അപ്പോൾ ഒന്നാമത്തെ വിചാരം ഇത് തന്നെയാണ്, ഈ കുറുക്ക് വഴികൾ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? എല്ലായിടത്തും നമ്മൾ ഈ കുറുക്ക് വഴികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മക്കളോട് പോലും നമ്മൾ പ്രത്യേക ഘട്ടത്തിൽ പറയുകയാണ്, ഇന്ന തൊഴിലെടുത്തു കഴിഞ്ഞാൽ നിനക്ക് ന്യൂസിലാൻഡിൽ പോകാം, അല്ലെങ്കിൽ ഓസ്ട്രിയയിൽ പോകാം. ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ ഇങ്ങനെ തൊട്ടുമുമ്പ് വിജയപ്രദം എന്ന് കരുതുന്ന കാര്യങ്ങളിലോട്ട് ഓരോ കാര്യങ്ങൾ എടുക്കുക എന്നുള്ള, ചാർത്തുക എന്നുള്ള, ഇതുമാത്രം കബളിപ്പിക്കപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ പേരായി മലയാളികൾ എന്ന് പറയുന്നത്. ലോകത്ത് ഏത് തട്ടിപ്പിനും സ്പേസ് കൊടുക്കുന്ന കമ്പോളമാകാവുന്ന ഒരു ചെറിയ ഇടമാണ്, ഇങ്ങനെ ഒരു സ്ട്രിപ്പാണ് ഈ പറയുന്ന കേരളം എന്ന് പറയുന്നത്. കാരണം ഈ പറഞ്ഞ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാന്നുള്ള. അപ്പോൾ ഒന്നിതാണ്, ഈ വളരെ വേഗത്തിൽ വഴികളൊന്നും വേണ്ട, കാത്തിരിക്കാനും സ്നേഹപൂർവ്വം ഇരിക്കാനും ഒക്കെ പറ്റിയാൽ മതി. അതുകൊണ്ടൊക്കെയല്ലേ രാസവളങ്ങളൊക്കെ ഇത്രയും ഉപയോഗിക്കുന്നത്. ഭൂമിക്ക് കൊടുക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്, അത് മനുഷ്യന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്ന. പക്ഷെ അതിന് നമുക്ക് തയ്യാറല്ല. നമുക്ക് ഇതിനകത്ത് എന്തുമാത്രം വിൽക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ട് വളരെ വേഗത്തിൽ ഈട് തരാനായിട്ട് സഹായകരമാകുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നു. ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ കഴിക്കുന്ന അന്നത്തിൽ വിഷം ചേർന്നുകൊണ്ടിരിക്കുക.
ടോക്സോളജി എന്ന് പറയുന്ന ആ ഒരു വിഷവുമായി ബന്ധപ്പെട്ട ശാസ്ത്രത്തിനകത്ത് പറയുന്ന ഒരു ബുക്കിനകത്ത് പറയുന്ന ഒരു വരി വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു വരിയാണ്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കുമിലേക്ക് വെച്ച് ഏറ്റവും വലിയ ഹീനമായ കൊലപാതകം എന്ന് പറയുന്നത് വിഷം കൊടുത്തുമില്ല എന്നുള്ള. എന്താ വിഷം കൊടുത്തുമില്ല എന്ന് ഇത്രയും ഹീനമായി മാറുന്നത്? ബാക്കിയുള്ള എല്ലാ കൊലപാതകങ്ങളിലും നിങ്ങളെ കൊല്ലുന്നവനാരെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ട്. പക്ഷെ വിഷം കൊടുത്ത ഒരാൾ കൊല്ലപ്പെടുമ്പോൾ അയാൾക്ക് മരിക്കുവോളം ആ വിഷം കൊടുത്തവനോട് വിശ്വാസമാണ്. അപ്പൊ അത്രയും വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാക്ക് ഭക്ഷണം വെക്കുന്ന വ്യാപാരികൾക്കും കൃഷി ഇറക്കുന്ന കർഷകനും ഒക്കെ ബാധകമല്ലേ? കുറച്ച് കാത്തിരിക്കാൻ പറ്റണം. അത്ര എളുപ്പമൊന്നുമല്ല. എൻ്റെ കുറേ അധികം കൂട്ടുകാർ അങ്ങനെ ജൈവ കൃഷിയിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ ഈ മണ്ണിന് മീതെ നമ്മൾ ഉണ്ടാക്കിയ പരിക്കുകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ കുറെ അധികം വർഷങ്ങൾ വേണ്ടി വരും. അതിന്റെ അർത്ഥം അടുത്ത കാലത്തൊന്നും ഇവർക്ക് ഇതിനകത്ത് കാര്യമായ വിളവൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതിന്റെ മറ്റൊരർത്ഥം കുഞ്ഞുങ്ങൾ കുറച്ച് പട്ടിണി അടക്കുകയും ഇങ്ങനെ അവർ കുറച്ച് മുണ്ട് വലിച്ചൊടുത്ത് നടക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ തയ്യാറാണെങ്കിൽ മാത്രം നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കാം, അല്ലാതെ എളുപ്പവഴികളൊന്നുമില്ല. പിന്നെ രണ്ടാമതായിട്ട് ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ അവർക്ക് വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. നസത്തിൽ യേശുവിന് കഴിവുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കഴിവുള്ളത് കൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ടോ? ഈ ക്രിസ്തു തന്നെ തന്റെ പരിശുദ്ധ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ വീഞ്ഞുണ്ടാക്കിക്കൊണ്ടാ. അപ്പൊ അതിനകത്തൊരു ചെറിയൊരു വ്യത്യാസമില്ലേ? കൊണ്ട് വ്യത്യാസമുണ്ട്. എന്താ കാര്യം? ഇവിടെ ഇത് അയാൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ്, അവിടെ അത് അയാൾക്ക് വേണ്ടിയല്ല, അവർക്ക് വീഞ്ഞില്ല. അപ്പൊ നിങ്ങളുടെ കാലത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ചില കഴിവുകൾ, നിങ്ങളുടെ പരിസരത്തിന് വേണ്ടി നിങ്ങൾ സൂക്ഷിക്കേണ്ട ഫാക്കൽറ്റികൾ, ടാലന്റുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു പ്രലോഭനം. അപ്പൊ ഒന്നതാണ്. രണ്ടാമതായിട്ട് ആ തിന്മ ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെ ഗോപുരം മുകളിലേക്ക്. എന്നിട്ട് പറഞ്ഞു, താഴോട്ട് ചാടും. താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ മാലാഖമാർ നിന്നെ നിന്റെ കരങ്ങളിൽ താങ്ങുമെന്നാണ് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ വലിയ ദൈവവിശ്വാസത്തിന്റെ ഒക്കെ ആ പ്രഖ്യാപനമൊക്കെ ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടാകും. പക്ഷെ ഓർമ്മിച്ചു കൊള്ളണം, ഒറ്റനോട്ടത്തിൽ സ്പിരിച്വലും തോന്നിക്കുന്ന ഈ വിശേഷണത്തിന് പിന്നിൽ വലിയ അപകടം പതിഞ്ഞിരിപ്പുണ്ട്. എന്താണ് അതിനകത്ത് അപകടം? ആ പ്രകൃതി നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടും ദൈവം നിങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു മിഥ്യാധാരണ. എന്താ ഈ ദൈവ നിയമം എന്നൊക്കെ പറയുന്നത്? ആ പ്രകൃതി നിയമങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള. ഞാൻ അതുകൊണ്ടാണ് ആ ചെറുപ്പം മക്കളെ കുറിച്ച് എപ്പോഴും അവരുടെ മാതാപിതാക്കളോട് പറയാറുണ്ട്, ദൈവ നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് നിൽക്കട്ടെ, ആദ്യം പ്രകൃതി നിയമങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക. കാരണം അകത്ത് തന്നെ പ്രവേശിക്കാവുന്ന ഒന്നാണ് ഈ ദൈവത്തിന്റെ നിയമവും ചട്ടവും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന് ഏറ്റവും അടിസ്ഥാനപരമായ പ്രകൃതി നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് എത്ര കാലം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും? ഇത്തിരി ലൈറ്റായിട്ട് ലാഘവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ, മുകളിൽ നിന്ന് താഴോട്ട് ചാടിയ ഒരാൾക്ക് ഇന്നോളം സംഭവിച്ച ഒറ്റ കാര്യമാണ്, പല കഷ്ണമായിട്ട് ഒടിഞ്ഞൊടിഞ്ഞ് ഐസിയിലാവുക. പക്ഷെ നിന്റെ കാര്യത്തിനകത്ത് മാത്രം നിന്നെ സംരക്ഷിക്കാൻ മാലാഖമാരുണ്ടെന്ന് പറയുമ്പോൾ അത് വിശ്വാസമോ അതോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമുക്കിണങ്ങിയ മട്ടിലുള്ള ദൈവസങ്കല്പമോ? അപ്പൊ അതിനെയാണ് ആദ്യം നിഷേധിക്കേണ്ടത്. പ്രകൃതി നിയമങ്ങളെ പാലിക്കാനായിട്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുക. ലോകത്തുള്ള എല്ലാ ഇടങ്ങളിലും ആണവ നിലയങ്ങൾ എന്ന് പറയുന്നത് അപകടകരമാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. വളരെയേറെ ടെക്നോളജിയുടെ ബെനിഫിറ്റ് ഉള്ള വളരെയേറെ ബുദ്ധിശക്തിയുള്ള ഇടങ്ങളിൽ പോലും അത് അങ്ങനെ അല്ലാന്ന് കാട്ടിയ വർത്തമാനകാല അടയാളങ്ങളുണ്ട്. എന്നിട്ടും നമ്മുടെ നാട്ടിലൊരു ആണവ നിലയം വരുമ്പോൾ നമ്മൾ പറയുന്നു, ഇല്ല, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോകത്ത് എല്ലാവരും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് സംഭവിക്കില്ലേ? അപ്പൊ അതിനകത്തൊക്കെ ചെയ്യേണ്ട ഒരു കുഞ്ഞു വിചാരം ഇത്രയേ ഉള്ളൂ: പ്രകൃതി നിയമങ്ങളെ മാനിക്കാനായിട്ട് പഠിപ്പിക്കുക. പ്രകൃതി നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ദൈവം സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു അതായിരിക്കും ഏറ്റവും വലിയ ദൈവദൂഷണം, ബ്ലാസ്ഫമി. പിന്നെ മൂന്നാമതായിട്ട് ആ തിന്മ അവനെ ഒരു മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ ഭൂമിയുടെ സകല ആഡംബരങ്ങളും കാണിച്ചു കൊടുക്കുക. സ്പ്ലെൻഡർ ഓഫ് ദ വേൾഡ്, സകല പകട്ടും കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, നീ എന്നെ വണങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇതൊക്കെ തരാം. ക്രിസ്തുവിന് ആ തിന്മയും ഈ പറയുന്ന ആഡംബരങ്ങളും തമ്മിലുള്ള ബന്ധം നന്നായിട്ട് മനസ്സിലായി. മനുഷ്യൻ ഈ കണക്കില്ലാത്ത ആഡംബരങ്ങൾ അനുഭവിക്കുന്നത് അവന്റെ കൂടെ ദൈവമുള്ളതുകൊണ്ടൊന്നുമല്ല, മറിച്ച് അവൻ തിന്മയെ വണങ്ങുന്നതുകൊണ്ടാണ്, അവൻ തിന്മയുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ ക്രിസ്തു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോവുക. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ തിന്മയും ആഡംബരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ തിരിച്ചറിയണം. നമ്മൾ പറയും കാര്യമായ ആഡംബരങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്താ ആഡംബരത്തിന്റെ ഒക്കെ നിർവചനം? ഒരൊറ്റ വാക്കിൽ ആ കാര്യങ്ങൾ അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. എന്താണത്? നിങ്ങളുടെ പരിസരത്തിനിണങ്ങാത്ത ഒന്നിനെ വിളിക്കേണ്ട വാക്കാണ് ആഡംബരം. പരിസരത്തിനിണങ്ങാത്ത വീട്, പരിസരത്തിനിണങ്ങാത്ത ഭക്ഷണശൈലികൾ, പരിസരത്തിനിണങ്ങാത്ത വാഹനം, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നു എല്ലാ ജ്ഞാനസ്ഥാന ക്രമങ്ങൾ അതങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ വരുന്ന ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ജ്ഞാനസ്ഥാനം നടക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കുഞ്ഞ് തീരെ ചെറുതായിരിക്കുമല്ലോ, ആ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് അവന്റെ മുതിർന്ന 4 പേരോട്, അപ്പൻ, അമ്മ, പിന്നെ ജ്ഞാനപിതാക്കൾ, അവരുടെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ പിശാചിനെ ഒഴിവാക്കുന്നുണ്ടോ? ഉണ്ട്. അവന്റെ എല്ലാ ആഡംബരങ്ങളും ഒഴിവാക്കുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ കൈക്കുഞ്ഞായിരുന്നപ്പോൾ തീരെ എന്ത് ചെയ്യുന്നുണ്ടോ? ഒരു ധാരണയില്ലാഞ്ഞ കാലത്ത് പോലും എനിക്ക് വേണ്ടി 4 പേര് തമ്പുരാന്റെ സന്നിധി പറഞ്ഞിട്ടുണ്ട്,
ഈ കുഞ്ഞ് ആഡംബരമില്ലാതെ വളരും. കുഞ്ഞുങ്ങളെയൊക്കെ ആഡംബരമില്ലാതെ വളർത്തുമെന്ന് തമ്പുരാന്റെ സന്നിധിയിൽ പ്രതിജ്ഞ എടുത്തിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് അത് അവർക്ക് പറഞ്ഞു കൊടുക്കാത്തത്? അപ്പോൾ കണ്ട വിചാരങ്ങൾ വളരെ വേഗത്തിൽ ഒന്ന് ചുരുക്കുകയാണ്. ഒരു പരിസ്ഥിതിക്കിണങ്ങിയ മട്ടിൽ ചില നിലപാടുകൾ ഇനി വഹിക്കാൻ പാടില്ല. കാരണം അത്രയും മോശപ്പെട്ട വാടകക്കാരാണ് നമ്മളിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുക. ഈ മോശപ്പെട്ട വാടകക്കാരനെ വൈകാതെ അതിന്റെ യജമാനൻ പുറത്താക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അപകടങ്ങൾ ഉമ്മറത്ത് നിൽപ്പുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ കടം വാങ്ങിയതാണ് ഈ ഭൂമി. അല്ലാതെ നമുക്കിങ്ങനെ വലിയ അവകാശമായിട്ട് കിട്ടിയൊന്നുമില്ല. കടം വാങ്ങി എന്തും അതേപോലെ തിരികെ കൊടുക്കേണ്ട, പലിശ വേണ്ട, അതേപോലെ തിരികെ കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. പരിക്കില്ലാതെ ഈ ഭൂമിയെ തിരികെ കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്തു കണ്ട പ്രലോഭന കഥകളായിരുന്നു നമ്മുടെ ഒരു വിചാരത്തിന് ആധാരമായിട്ട് നമ്മൾ എടുത്തത്. എന്താ പ്രലോഭനം എന്ന് പറയുന്നത്? ദൂരക്കാഴ്ചകളെ മറക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന എന്തിന്റെയും പേരാ പ്രലോഭനം. അതുകൊണ്ടൊക്കെയാണ് ഒരു നേരം വിശന്ന ഏശാവ് ഇങ്ങനെ പായസം വാങ്ങിയിട്ട് തന്റെ ജന്മാവസ്ഥ വിറ്റ് കളയുന്നു. ഇങ്ങനെ വലിയ അവകാശമുള്ള, വലിയ ഡിഗ്നിറ്റിയുള്ള മനുഷ്യർ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ജന്മാവകാശം വിൽക്കാൻ പാടില്ല. ആ മരുഭൂമിയാണ് മനുഷ്യരെ പ്രലോഭിപ്പിക്കുന്ന ഒരിടം. എവിടെയൊക്കെ ഇങ്ങനെ മരുഭൂമികൾ ഉണ്ടാവുന്നു അവിടെയൊക്കെ ഇങ്ങനെ വലിയ വലിയ ആസക്തികളുടെയും വലിയ വലിയ തിന്മകളുടെയും ഒക്കെ വന്യമൃഗങ്ങൾ ഇങ്ങനെ മുരളി നടപ്പുണ്ട്. ആ ഇടത്തിൽ വെച്ച് ഒരു 3 പ്രലോഭനോട് ക്രിസ്തു കടന്നു പോവുകയാണ്. ഒന്ന്, കല്ലിനെ അപ്പമാക്കി മാറ്റുക. വേണ്ട, കല്ല് അപ്പമായി മാറാനായിട്ട് സംവത്സരം എടുക്കേണ്ടത്. ആ സംവത്സരം നമുക്ക് കാത്തിരിക്കാം. ആദ്യം ഈ കല്ല് പൊടിയട്ടെ, മണ്ണാവട്ടെ, പിന്നെ അതിനു മീതെ വിത്തുണ്ടാവട്ടെ, പിന്നെ അത് കൊയ്ത്താവട്ടെ. സഹസ്രാബ്ദങ്ങൾ നമുക്ക് കാത്തിരിക്കാം. ഒന്നിനകത്തും ഞൊടിയുള്ള തീരുമാനങ്ങൾ ആവശ്യമില്ല. 2, ഈ പ്രകൃതി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ദൈവം സംരക്ഷിക്കുക എന്ന് പറയുന്ന വലിയ ദൈവദൂഷണം അത് പറയണ്ട. പിന്നെ ഈ ആഡംബരങ്ങൾ വേണ്ടെന്ന് വിചാരിച്ചും വിശ്വസിച്ചുമുള്ള ഒരു ലളിതമായ ജീവിതക്രമം, ഇതല്ലാതെ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് വേറൊരു വഴികളുമില്ല. ഭൂമി ഒയ്ക്കോസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഇടം എല്ലാവരുടെയും വീടാണെന്നുള്ള വിചാരം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന്